ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 64ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ചകളിൽ മക്കൾ യൂണിഫോം ഇങ്ങനെയാണ്, ഓരോ ഹൗസസ് ഉണ്ടാവും ഇവർക്ക്. അങ്ങനെ ഹൗസസിലുള്ള കളറുകളാണ് ഇവർക്ക് ടീഷർട്ട് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. ട്രാക്ക് സൂട്ടുകൾ ഇവർക്ക് കോമൺ ആയിട്ട് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. അങ്ങനെ റെയിനു ലയം ഹൗസിലാണുള്ളത്. ലയം ഹൗസ് യെല്ലോ കളറാണ്. ആര്യ പല്ലവിയാണ് കേട്ടോ. പല്ലവി ഗ്രീന് ടീഷർട്ടാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ ഇവർ ഇന്ന് സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് പോണത് കേട്ടോ. ഇന്ന് രണ്ടാളും കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് റെയ്നുവിന് സ്കൂളിൽ നിന്ന് സിനിമക്ക് കൊണ്ടുപോകുന്നുണ്ട്. സിതാരെ ജമീൻ പർ എന്ന ഹിന്ദി മൂവി ഉണ്ടല്ലോ, അമീർ ഖാൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ പറ്റിയ മൂവിയാണല്ലേ, അപ്പോൾ അതിന് കൊണ്ടുപോവാണ് കേട്ടോ. അത് ആര്യനില്ല, റെയ്നു 5ാം ക്ലാസ് ആണല്ലോ. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ആരും 3ാം ക്ലാസ് ആയതുകൊണ്ട് ആരും അതിൽ പെട്ടില്ല കേട്ടോ. ആർക്ക് അതിൻ്റെ നല്ല സങ്കടമുണ്ട്. റെയ്നു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഗോകുലം സ്കൂളിലായതുകൊണ്ട് ഇവിടെ ഗോകുലം മാളിലുള്ള സിനിപോളിസിലാണ് കൊണ്ടുപോകുന്നത്. ഈ ഗോകുലം മാൾ പറയുന്നത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഇവിടുന്ന് മുങ്ങിയാലും പൊങ്ങണ സ്ഥലമാണ് ഗോകുലം മാള്. അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. മക്കൾക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ട് അവരങ്ങോട്ട് പോകണോണ്ട് വലിയ ടെൻഷൻ ഇല്ല. ആര്യന് നല്ല സങ്കടമുണ്ട് സിനിമക്ക് പോകാൻ പറ്റാത്തതിൽ. സ്കൂളിൽ എല്ലാവരും കൂടി ആയിട്ട് പോകുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം തന്നെയാണല്ലോ അല്ലേ. പക്ഷെ എന്തായാലും അവനിന്ന് സ്വിമ്മിങ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് PT പീരീഡ് സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എക്സ്ട്രാ ഫീ അടച്ചിട്ട് ചെയ്യിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ സ്വിമ്മിങ്ങിന് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവനുള്ളതുകൊണ്ട് അവന് ഇത് വലിയൊരു എഫക്റ്റീവ് ആവണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ മിക്സായിട്ട് രണ്ടാളും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവർ പോണ സന്തോഷം പറയുമ്പോൾ തിരിച്ചു വന്ന സന്തോഷം കൂടി ഇപ്പം തന്നെ പറയാമല്ലേ. തിരിച്ചു വന്നപ്പോൾ ഞാൻ റെയ്നുവിനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയൊക്കെ പോയിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവർക്ക് എക്സ്ട്രാ പോക്കറ്റ് മണിയൊക്കെ കൊടുക്കണം കേട്ടോ. അതായത് അവർക്ക് അവിടുന്ന് വല്ല പോപ്കോണോ ജ്യൂസോ അങ്ങനെയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോക്കറ്റ് മണി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ടിനെന്തോ പോക്കറ്റ് മണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവനുള്ളതും വാങ്ങി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദാനശീലമായിട്ടൊക്കെയാണ് എൻ്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നത്. റെയ്നു ആര്യനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു സ്വിമ്മിങ് എന്ന് ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര സാഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഡേ അല്ലായിരുന്നു കേട്ടോ. ഒന്നാമത് അവന് സിനിമക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് അവന് സ്വിമ്മിങ്ങും ഉണ്ടായിരുന്നില്ല. നമ്മൾ പണ്ടത്തെയൊക്കെ സംഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്കറിയില്ല. എൻ്റെ PT പീരീഡൊക്കെ മാത്സ് ടീച്ചറോ വല്ല ബയോളജി ടീച്ചറോ ഒക്കെ ആയിരിക്കും കയറി വരിക കേട്ടോ. ആ ഒരു സംഭവം തന്നെയായിരുന്നു ഇവനും ഇപ്രാവശ്യം കിട്ടിയത് കേട്ടോ. PT സാർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു അവൻ, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. PT സാർ ഉണ്ടായിരുന്നില്ല. സോ വേറെ ഏതോ ഒരു എന്താ പറയുക പീരീഡായിരുന്നു അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അവന് സ്വിമ്മിങ് ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അവൻ ഭയങ്കര സാഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ ഇതൊക്കെ വെറുതെ കൊണ്ടുപോയി എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സാഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുമില്ല ഇതുമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര എനിക്ക് മാത്രം ഒന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ അവനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് ഇവൻ റെയ്നു ആണെങ്കിൽ ഭയങ്കര ഹൈപ്പിലല്ലേ വരുന്നത്, ഇവൻ ഭയങ്കര സാഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റെയ്നെ ഒന്നും മിണ്ടാണ്ടിരിക്കും, ഒന്ന് ഹൈപ്പ് കുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റോനെ ഒന്ന് അടക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ അവർ എന്നെയും വിളിച്ചിട്ടുണ്ടായിട്ടോ, മമ്മ പോരുന്നില്ലേ, എല്ലാ ദിവസവും പോരുന്നുണ്ടല്ലോ, ഇന്നെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചേച്ചിയില്ല മോനെ, നമുക്ക് ഇവിടെ കുറേ പണിയുണ്ട്, തീർത്തിട്ട് വേണം നമുക്ക് 1-2 സ്ഥലത്ത് പപ്പൻ്റെ കൂടെ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറേ പാത്രം കഴുകാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് സുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഞാനൊന്നും കഴിക്കുന്നില്ല, പിന്നെ സുജിയും മമ്മിയാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല അതിനുള്ള സമയമില്ല, ഞങ്ങൾക്ക് വേഗം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് സുജിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവർ പോയ പാട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇന്ന് ചേച്ചി വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ രീതിയിൽ നിൽക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചേച്ചി വരാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം അങ്ങനെ കഴുകി വെച്ചു. പിന്നെ തലേന്ന് സുജിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പോകാനും കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ആദ്യം അങ്ങോട്ട് കഴുകി വെച്ചു. എന്നിട്ടാണ് ഈ
അലക്കൽ പരിപാടിയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ ഈ എടുത്ത് മാറ്റി വെക്കുന്ന ഡ്രസ്സ് എന്താ വെച്ചാൽ വൈറ്റും ഡാർക്കും ഞാൻ വേറെ വേറെയാണ് അലക്കൽ. ഈ കൂട്ടത്തിലിട്ട് അലക്കാറില്ല കേട്ടോ. വൈറ്റ് ഇട്ട് അലക്കിയാൽ കളർ ഇളകുമോ എന്നുള്ള പേടി. ഡാർക്ക് ഇട്ട് അലക്കിയാൽ ഈ ബാക്കിയുള്ളമത്തെ ഈ നൂല് മറ്റേത് മറിച്ചതൊക്കെ ഈ ഡാർക്കിലേക്ക് ഇങ്ങനെ വന്നിട്ട് അടിഞ്ഞിട്ട് അതിന് ഇങ്ങനെ നൂല് പൊന്തി പോലെ ഇങ്ങനെ കിടക്കൂലേ, അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ രണ്ടായിട്ടാണ് അലക്കൽ. പിന്നെ പാത്രം നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാർസൽ വാങ്ങിയതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കഴുകി അവിടെ വൃത്തിയാക്കിയിട്ട് പിന്നെ കുറേ അധികം വേസ്റ്റ് മാറ്റിയിടാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കാനും നിന്നില്ല, 2 റോബോട്ട് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിയതല്ല, ഈ ഒരു എന്താ പറയുക വീട്ടിൽ കൂടലിൻ്റെ സമയത്ത് 2ഉം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒന്ന് ഹണി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, രണ്ടാമത്തത് എൻ്റെ ഈ വീടിൻ്റെ എൻജിനീയർ ഗിഫ്റ്റ് ചെയ്തതാണ്. ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 2എണ്ണമൊക്കെ എന്തിനാന്നുള്ളത്, പക്ഷേ ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് 2നെ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടിക്കലും തുടക്കലൊക്കെ അതായിക്കോളും. അപ്പോൾ സുജി മക്കളെ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ 2 പത്തിരിയും 2 സമൂസയും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ. അപ്പം ഞാൻ കഴിക്കുന്നത് 2 എഗ്ഗ് അങ്ങനെ സ്ക്രാമ്പിൾഡ് ആണ് കേട്ടോ. ഇന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം, എപ്പോഴും ഇങ്ങനെ ചിക്ക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പം അതിന്ന് മണം പിടിച്ചിട്ട് നമ്മുടെ ടോട്ടോകൂട്ടൻ നേരത്തെ തന്നെ വീടിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് ഇങ്ങനെ എന്താ പറയുക, സുജി 2 പീസ് എടുത്തിട്ട് ടോട്ടോക്ക് എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് നമുക്ക് നോക്കിയാലോ, 82.15 ആണ്. നമ്മളിന്നും 300 ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് അത്ഭുതമായിപ്പോയി, കാരണം ഞാൻ ഇന്നലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക ബിരിയാണീൻ്റെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും കുറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സുജിൻ്റെ ഫ്രണ്ടിൻ്റെ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് പോണതൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റ് ആയാൽ എവിടെയെങ്കിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക മക്കളെയും പിക്ക് ചെയ്ത് വരാമെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു കേട്ടോ. സുജി എന്നെ ഇവിടെ ആക്കി തിരിച്ച് പോവുകയാണ് ചെയ്തത്. മക്കളെ നീ കൂട്ടിക്കോ, ഞാൻ ഇച്ചിരി ബിസി ആവും എന്ന് പറഞ്ഞിട്ട് സൂചി അങ്ങോട്ട് തടി തപ്പിട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ താത്താനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ ഇരുന്നതാണ്. താത്താൻ്റെ അടുത്ത് ഹണി ഉണ്ടായിരുന്നു ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാന്ന്. അപ്പോൾ ഹണി പോണ തിരക്കിലാണ് കേട്ടോ അവൾ. അപ്പോൾ എന്നാലും ഞാൻ വെറുതെ അവളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ച് വീടെത്തിയതിന് ശേഷം ഇതാ ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിന്ന് ബീഫൊക്കെ ഉണ്ടായിരുന്നു. തലേന്നത്തെ ബീഫും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ദിവസം തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തലേന്നത്തത് പ്രത്യേകിച്ച് ചൂടും കൂടി ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫുള്ള് കഴിച്ചു, മക്കൾക്കും കൊടുത്തു. പിന്നെ രാത്രി ആകുമ്പോൾ ഇവർ PS5 കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ. ഇവർ ട്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇവരങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ഞാൻ കിടക്കാൻ വിളിക്കുമ്പോൾ വരുന്നവരെ ലാസ്റ്റത്തെ മിനിറ്റ് വരെ അന്ധവിശ്വാസം വരെ കളിക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഇവരെ കളി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇപ്പം തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണല്ലോ, നല്ല മഴയുണ്ട്. ഇടയ്ക്കൊരു വെയിൽ കിട്ടും, അതിൽ കുറച്ച് തുണി ഉണങ്ങി കിട്ടും, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് മക്കൾക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഉറങ്ങാൻ വിളിക്കൂല, ആ ഒരു സമാധാനത്തിലാണ് മക്കൾ നടക്കുന്നത് കേട്ടോ. ഒന്നുകിൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആണ് ഞങ്ങൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കാണും, അതല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ റുട്ടീന്. അല്ലെങ്കിൽ സൺഡേ ഇതൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ സൺഡേ ഒന്ന് പുറത്ത് പോയിട്ട് ഉച്ചക്കത്തെ എന്താ പറയുക ഫുഡ് കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവൽ. ചിലപ്പോൾ മാറ്റം വരും, ചിലപ്പോൾ പോയില്ല എന്നും വരും, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു സിനിമ കാണാമെന്നുള്ള ഒരു മൂഡിലാണ്. കാരണം നാളെ ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, പിന്നെ ഞാൻ ഞായറാഴ്ച വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലിരുന്ന് തന്നെ ഏതെങ്കിലും ഒരു സിനിമ കാണാം. അങ്ങനെ ഇന്ന കടന്നൊന്നുമില്ല കേട്ടോ, ഏതെങ്കിലും സിനിമ കാണാം, എല്ലാവരും കൂടി ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മുമ്പ് കൊണ്ടുവച്ച 1-2 പോപ്കോണിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഓവനിൽ
അങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ഒരു പോപ്കോണിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അത് ഞാൻ ഓവനിൽ വെച്ച് ഒരു 1.5 മിനിറ്റോളം വെച്ചിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ അത് സെറ്റായി ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് പിന്നെ കുക്കറിൽ വെച്ചുണ്ടാക്കുന്നത് നമ്മളൊരു കുക്കർ പോപ്കോണ്ടാണ്. അത് സുജി ഒരു കുക്കറൊക്കെ എടുത്തിട്ട് പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് സുജി ഒരു എന്താ പറയുക ഷെഫായി അവിടെ പിറവി എടുത്തിട്ടുണ്ട്. മക്കൾ മണം പിടിച്ചിട്ട് എന്താ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ട്. ഒന്നുമില്ല, പോപ്കോൺ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോപ്കോൺ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു വീട്ടിൽ. ഒരു പേരക്ക, പിന്നെ ഒരു പേര്, ആപ്പിള്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വെട്ടി തുണ്ടമായിട്ട് ഇങ്ങനെയും എന്താ പറയുക ഫ്രൂട്ട്സ് വെട്ടാം എന്നുള്ള കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുജി. പുറഞ്ചോ വെട്ടി ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ വെട്ടിയിട്ടുണ്ട്. തിന്നാൽ പോരെ, എങ്ങനെ വെട്ടണം എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പോപ്കോണും ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോർമൽ പോപ്കോണാണ്, ഒന്ന് എന്താ പറയുക ചീസിയും ബട്ടറും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു സുജി ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു നോർമലായിട്ട് ഞാൻ ഇതിൽ വെച്ചത് നോർമലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആസാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂവിയായിരുന്നു കേട്ടോ. ലാലും എന്താണ് ശ്രീനാഥ് ബാസിയൊക്കെ ഉള്ള ഒരു മൂവിയാണ്. ഞാൻ ഫുള്ള് കണ്ടില്ല കേട്ടോ. അപ്പോൾ അതിനും ഉറക്കം വന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെയും പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.